ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. പ്ലീസ് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ പോസിറ്റീവ്ലി, വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഓക്കെ, റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഓക്കെ 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 എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ പേഴ്സണ് അവരുടെ ലൈഫിൽ മിസ്സാവുന്നുണ്ട്. മീൻസ് ഡെഫിനറ്റ്ലി ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലായിരിക്കാം. അപ്പോൾ അത് കൊണ്ട് തന്നെ അവർ കുറേ അധികം കാര്യങ്ങൾ ലൈഫിൽ മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ആകെ തകർന്നു പോയൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആകെ തകർന്നടിഞ്ഞ പോലെ അവർക്ക് യാതൊരു തരത്തിലും അവരുടെ ഡെയിലി ലൈഫിൽ, ഡെയിലി റൊട്ടീൻസ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ എന്തൊക്കെയോ ഡീപ്പായിട്ടുള്ള ചിന്തകളിലാണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദ സ്ട്രെസ് ഫ്രം ദിസ് ഈസ് ഡ്രെയിനിങ് മീ. ഈ ഒരു സാഹചര്യം കൊണ്ടുണ്ടാവുന്ന ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് അവരെ തന്നെ ഇല്ലാണ്ടാക്കുന്ന പോലെ അവർക്ക് ഫീൽ ആവുന്നുണ്ട്. അവർ തന്നെ സ്വയം ശൂന്യതയിലേക്ക് പോകുന്ന പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. അവർ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്, ആ ഒരു കാര്യം തീർച്ചയായിട്ടും ആ പൂർണ്ണതയോടുകൂടി തന്നെ നിങ്ങൾക്ക് തിരിച്ച് നൽകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൺ. ഒരിക്കലും ഇത്തരത്തിലൊരു സാഹചര്യമേ ലൈഫിൽ വരാൻ പാടില്ലായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അസത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരാത്ത രീതിയിലൊക്കെ അവർ പെരുമാറിയിട്ടുണ്ട്. അതിലെല്ലാം അവർക്കിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് തോന്നുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അവരുടെ ഡ്രീംസ് നിറയെ നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ ലൈഫിൽ നേടിയെടുക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് അവർ പറയുന്നത്. അവർ മറ്റ് ചില വ്യക്തികളെയൊക്കെ ലൈഫിൽ ഭയപ്പെട്ടിരുന്നു. അതായത് അവരുടെ ബന്ധുക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവരൊക്കെ എന്ത് ചിന്തിക്കും, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയാൽ അവരെന്ത് പറയും, അങ്ങനെ ഒരു തോട്ട് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം നിങ്ങളെ അവരുടെ ലൈഫിൽ നഷ്ടമായപ്പോൾ അവർക്ക് മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയാണ് ഇപ്പോൾ. ഐ ഷുഡ് ഹാവ് നെവർ എക്സ്പ്രസ്ഡ് മൈ സെൽഫ് ബെറ്റർ. അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്തായിരുന്നു എന്നൊന്നും തുറന്ന് നിങ്ങളോട് പറയാത്തത് തെറ്റായിപ്പോയി എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് പറയാനുള്ളത് ആ ഒരു സമയത്ത് അതായത് നിങ്ങളുമായിട്ട് സെപ്പറേഷനിലേക്ക് പോയൊരു സമയം എന്ന് പറയുന്നത് അവർക്ക് കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ജോബ്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. സോ അവർക്ക് അത് നിങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അവർ എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവരെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും നിങ്ങളോട് അവർ സോറി പറയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വന്നു ഐ ആം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അവർ സമയം കടന്നു പോയതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു അനുകൂലമായിട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർ വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ ആക്ഷൻ എടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇനി ഒരു ഡിസിഷൻ എടുത്താൽ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്താൽ അത് നിങ്ങളെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ആ വ്യക്തിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ
അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വോയിസ് സംഭാഷണം കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾ അത്രത്തോളം ആ വ്യക്തി മിസ്സ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളും അവരുമായിട്ട് പാസ്റ്റിലുണ്ടായ പല ഇൻസിഡൻസും അവർ ഒന്നുകൂടി ചിന്തിക്കുന്നൊരു സമയമാണ്. അതായത് അന്ന് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ, ചില സമയങ്ങളിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആ സമയത്ത് അവർ വളരെയധികം സില്ലിയായിട്ട് എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ ആ വ്യക്തിയിലുണ്ട്. ഓക്കെ, അവർ അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് നിങ്ങൾ അറിയാത്തതായിട്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങളോട് തുറന്ന് പറയണം എന്ന് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ നിന്നും അകന്നു മാറിയ സമയം മുതൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടായത് നിങ്ങൾ അവരിൽ നിന്നും മാറിപ്പോയതിന് ശേഷമാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു പുതിയ ചാപ്റ്റർ ഈ റിലേഷൻഷിപ്പിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്നും അവർ നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുള്ളതാണ്. അവരൊരിക്കലും ഹാപ്പി ആയിട്ടിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെയും കാണാൻ അവർക്ക് കഴിയില്ല. ആ ഒരു പ്രണയത്തിന് പകരമായിട്ട് മറ്റൊന്നും അവരുടെ ലൈഫിൽ ഇല്ലാത്തതായിട്ടുള്ള ഫീലിങ്സാണ് അവർക്കുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരിപ്പോഴും ആ ഒരു പ്രതീക്ഷയോടെ തന്നെ, വളരെ ക്ഷമയോടെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പിറകിലോട്ട് ചിന്തിക്കാനായിട്ടുള്ള അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ വീണ്ടും അവർ പറയാൻ ആഗ്രഹിക്കുകയാണ് റീയൂണിയൻ എന്നുള്ള കാര്യം. ആ ഒരു ചിന്ത മാത്രമാണ് ആ വ്യക്തിയിൽ എപ്പോഴും ഉള്ളത്. ആൻഡ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായതായിട്ട് അവർ ഓർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർക്കുന്നതിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ചില വ്യക്തികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം. അതൊക്കെ കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാൻ പോലും കഴിയാതെ വന്നു പോയത്. ഇപ്പോഴും പല കാര്യങ്ങളും തമ്മിൽ ഡിസ്കസ് ചെയ്യാനും പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് പരസ്പരം തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒന്നിച്ചു ചേരേണ്ട ഒരു സമയമാണിതെന്നും ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.